ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലൈക്കോട്ടെ വാലിബൻ. അതെ, വാലിബന്റെ ടീസർ വന്നിരിക്കുകയാണ്. ടീസർ എന്ന് പറയുമ്പോൾ ട്രെയിലർ പോലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട, ആരാധകരൊന്ന് ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഉദ്ദേശിച്ചാൽ മതി. അതായത് അത്രയും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സെക്കൻഡ് ടീസർ വരാറുള്ളൂ. ഇപ്പം പലരും ടീസർ എന്ന് പറഞ്ഞിട്ട് ട്രെയിലർ പോലെ ഓരോ 1.5 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ഉള്ള രംഗങ്ങൾ കാര്യങ്ങളൊക്കെ വിടുന്നുണ്ട്. പക്ഷെ ടീസർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടീസ് ചെയ്യുക, ആ ഒരു രംഗം കാണിക്കുക, അത്രേ ഉള്ളൂ. സോ എന്തായാലും മനോരമ ഓൺലൈനിലാണ് മലൈക്കോട്ടെ വാലിബന്റെ ടീസർ വന്നിട്ടുള്ളത്. സോ ടീസർ കണ്ടിട്ട് കുറെ കമന്റുകൾ ഫേസ്ബുക്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടു. ഈ പടത്തിലുള്ള പ്രതീക്ഷ പോയി, അങ്ങനെ എങ്ങനെയാന്നുള്ള കുറെ കമന്റുകൾ കണ്ടു. അപ്പൊ എന്തായാലും നമുക്ക് ടീസർ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം അല്ലെ. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. മലൈക്കോട്ടെ വാലിബൻ ടീസർ മനോരമ ഓൺലൈനിലാണ് വന്നിട്ടുള്ളത്. 1 മിനിറ്റ് ഗൈസ്, റെക്കോർഡിംഗ് ഒന്ന് ഓണാക്കിക്കോട്ടെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റില്ല. ഓക്കെ, ഓക്കെ, പാട്ടാണ്. അകത്താര അകത്ത് ദേവി, അപ്പുറത്ത് വാലിബൻ, മലൈക്കോട്ടെ വാലിബൻ. ഓക്കെ, സിമ്പിൾ ഒരു ട്രെയിലർ ടീസർ. അതായത് ആ ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ പോലെ, മീൻസ് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പോലെ. ഇതിന് പല ഡീകോഡിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. ഇതൊരു യുദ്ധം ഒക്കെ ഉണ്ടാവും. ഇപ്പൊ നമുക്കറിയാം, ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ സിനിമകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എപ്പോഴും ദഹിക്കണം എന്നൊന്നുമില്ല. പക്ഷെ സിനിമ വർത്തായിരിക്കും. ഏത് കാലഘട്ടത്തിൽ എടുത്ത് കണ്ടു കഴിഞ്ഞാലും അതിൽ ഉദ്ദേശിച്ച കാര്യം നമുക്ക് കൺവേ ആവും. അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളാണ്. സോ ഉറപ്പായിട്ടും ഈ ഒരു സിനിമ ഒരു മാസ് മസാല കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് ആണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിന്റെ ടീസർ വന്നപ്പോഴും അല്ലെങ്കിൽ ഇതിന്റെ ഒരു പാട്ട് വന്നപ്പോഴും എല്ലാം വന്നപ്പോഴും ഇതൊരു കൊമേഴ്ഷ്യൽ മാസ് മസാല അല്ലെങ്കിൽ മാസ് യുദ്ധരംഗങ്ങൾ അങ്ങനെ ഒരു സിനിമയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. എന്തായാലും അദ്ദേഹം ചെയ്തു വെക്കുന്നത്, അതായത് ലിജോ പെല്ലിശ്ശേരി ചെയ്തു വെക്കുന്നത് ഒരു വേറൊരു വൈബ് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ തന്നെയായിരിക്കും. ഇപ്പൊ കൊമേഴ്ഷ്യൽ, ഇപ്പം ലാലേട്ടന്റെ അടി ഇടി അങ്ങനത്തെ ഒരു പടം പ്രതീക്ഷിച്ചിട്ട് ആരും പോണ്ട എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ഈ ടീസറും പാട്ടൊക്കെ നമുക്ക് തരുന്നത്. ഇതൊരു ക്ലാസിക് യുദ്ധം നമുക്ക് കാണാൻ സാധിക്കുന്നൊക്കെയാണ് എൻ്റെ മൈൻഡിൽ എൻ്റെ തോട്ടുള്ളത്. ഇതിപ്പം ഓരോരുത്തർക്കും ആ ടീസർ കാണുമ്പോൾ ഓരോ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ വരുമല്ലോ. എനിക്ക് ആ ഒരു പ്രതീക്ഷ, മീൻസ് ഇതൊരു മാസ് മസാല പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഉറപ്പായിട്ടും അങ്ങനെ ആവോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാനും പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ. പക്ഷെ എനിക്ക് ഈ ഒരു ടീച്ചറും കാര്യങ്ങളൊക്കെ കണ്ടപ്പം എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇതൊരു ക്ലാസ് മൂവി ആയിട്ട് വരാനുള്ള സാധ്യതകളായിരിക്കും. ക്ലാസ് സാധനമായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നതെന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. അതിൽ ലാലേട്ടൻ്റെ അഭിനയ മുഹൂർത്തങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പം കുറച്ചും കൂടി രസമാണെന്ന് തോന്നുന്നു. പലരും കമന്റിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വാലിബൻ കോട്ട തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ കോട്ടയിലേക്ക്, മീൻസ് കോട്ടയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ, മലൈക്കോട്ടെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ നാട്ടിലെ പാവങ്ങളെയൊക്കെ കൂട്ടുപിടിച്ചൊരു യുദ്ധം എന്നുള്ളൊരു സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെയാണ് ശരിയെന്ന് നമ്മൾ കണ്ടന്റ് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും സിനിമ തരുന്ന പ്രതീക്ഷ ഒരുപാടാണ്. ഈ ഒരു ജനുവരി 30 മലൈക്കോട്ടെ വാലിബൻ റിലീസാവും. ഇപ്പം ലാലേട്ടൻ്റെ നേര് ഇപ്പം 50 crore കഴിഞ്ഞു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു കൊമേഴ്ഷ്യൽ വൻ വിജയമാവുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ഉറപ്പായിട്ടും. പക്ഷെ ഒരു നല്ല സിനിമ നമുക്ക് കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാരെ പോലെ ഞാനും നിൽക്കുന്നത്. അതെ, ഇത് മീൻസ് അതിന്റെ ടീസറും പാട്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം അതാണ്. പിന്നെ അതുപോലെ തന്നെ ബറോസിന്റെ പോസ്റ്റർ ഇപ്പൊ റിലീസായിട്ടുണ്ട്. ബറോസും മാർച്ച് 28 റിലീസാവും. 2024 ലാലേട്ടന്റെ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ വിസ്മയ പ്രകടനങ്ങൾക്ക് സാക്ഷ്യം വയ്ക്കട്ടെ, അദ്ദേഹത്തിന്റെ വലിയ വിജയങ്ങൾക്ക് സാക്ഷ്യം വയ്ക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, നമുക്കും അതിന് സാക്ഷ്യം വഹിക്കാൻ നമുക്കും കഴിയട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഒരുപാട് സിനിമകളുടെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ഇന്നലെ റിലീസായിട്ടുണ്ടായിരുന്നു. ഒരുപാട് സിനിമകളുടെ. അപ്പം അതിൻ്റെയൊക്കെ ഡീകോഡിങ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി പറയുന്നില്ലല്ലോ. എന്തായാലും ഈ ടീസർ ഓക്കെയാണ്. ടീസർ എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ ടീസ് ചെയ്യാന്നുള്ള രീതിയിലാണെങ്കിൽ അതെ, മലൈക്കോട്ടെ വാലിബൻ. ഓക്കെ, അപ്പോൾ ഈ വാലിബൻ എന്നുള്ള പേരൊക്കെ ആദ്യം കേൾക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളിത്തിര എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ ഈ ഒരു വാലിബൻ എന്ന് പറയുന്ന പേരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നല്ല രീതിയിലുണ്ട്. നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ലാലേട്ടൻ്റെ
നമ്മൾ മീൻസ് അടിയൊരു കിടിലൻ സംഭവം തന്നെ നമുക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗൈസ്.